അടുത്തതായി കാൾസന്റെ പ്രസക്തമായ മറ്റൊരു ചോദ്യം ജനസൈഡിനെ പറ്റിയാണ്. വംശഹത്യയെ പറ്റിയുള്ള നേരിട്ടുള്ള ചോദ്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഫലസ്തീനിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് അമാലിക്കുകളെ കുറിച്ച് പരാമർശിച്ചത്. ആരാണ് അമാലിക്കുകൾ? ആ അമാലിക്കുകൾ ബൈബിളിൽ പറയുന്ന അമാലിക്കുകളെയും അവരുടെ സന്താന പരമ്പരകളെയും അവരുടെ മൃഗങ്ങളെയും എല്ലാം കൊന്നുകളയാം. ആ ഒരു റെഫറൻസാണ് അമാലിക് എന്ന് പറഞ്ഞതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗത്തിലൂടെ ഏറ്റവും വലിയ നരഹത്യക്കും വംശഹത്യക്കും തുടക്കം കുറിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഇതാണ് കാൾസന്റെ പ്രസക്തമായ ചോദ്യം. വംശഹത്യക്ക് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള റെഫറൻസാണ് അമാലിക് എന്ന് പറയുന്ന പ്രയോഗം. ആ പ്രയോഗത്തിലൂടെ പരസ്യമായ വംശഹത്യക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുന്നത്. ഇത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കൊന്നും ഹാക്കബിക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. അമാലിക് എന്ന റെഫറൻസ് വംശഹത്യയുടെ റെഫറൻസാണ്, വംശഹത്യക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ വധിക്കപ്പെടാൻ അർഹരാണ് എന്ന ധ്വനി നൽകുന്നതാണ് ആ പ്രയോഗം. പിഞ്ചു കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊല്ലുമ്പോൾ ഇസ്രായേലിനോട് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഹാക്കബിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടണം, അവർ വധിക്കപ്പെടാൻ അർഹരാണെന്ന് വാദിക്കുന്ന രക്തദാഹികളായ ആളുകളാണ് ഇസ്രായേൽ. ആ രക്തദാഹികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹാക്കബി എന്ന് തുറന്നടിച്ചുകൊണ്ട് കാൾസൺ പറയുകയുണ്ടായി. കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുകയും ആ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഹാക്കബി ഉൾപ്പെടെ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള സയണിസ്റ്റുകൾ എന്നാണ് കാൾസൺ ആ അഭിമുഖത്തിൽ തുറന്നടിക്കുന്നത്. ഈ വിഷയത്തിലൊക്കെ കൃത്യമായ മറുപടി നൽകാൻ ഹാക്കബിക്ക് സാധിക്കുന്നില്ല.